ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിബഞ്ചർ റിഡംഷനെ കുറിച്ചാണ്. ഓക്കെ, ഡിബഞ്ചർ എങ്ങനെയൊക്കെയാണ് റിഡംഷൻ നടത്തേണ്ടത്, അല്ലെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ നടത്തുമ്പോൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി ഡിബഞ്ചർ റിഡംഷൻ്റെ സമയത്ത് ലോസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ലോസിനെ എത്ര വർഷമാണോ അത്രയും വർഷത്തിലോട്ട് ഇക്വലൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചു. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ആലോചിക്കാൻ വിട്ടുപോയ ഒരു കാര്യം, ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു. നോക്കാം, നമുക്കൊരു എക്സാമ്പിൾ പ്രകാരം നോക്കാം. അതായത് 1/1/2015 ഒരു 5 lakh ഡിബഞ്ചേഴ്സ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു. ഇഷ്യൂ ആണ് ചെയ്യണേ. 5 ലക്ഷം രൂപ വിലയുള്ള ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു. ഈ ഇഷ്യൂ ചെയ്യുന്നത് 3 വർഷത്തേക്കാണ്. അതായത് 2015, 16, 17. ദാറ്റ് മീൻസ് 31st December 2017 ഈ 5 lakh റുപ്പീസ് നമുക്ക് എന്ത് നടത്തണം? റിഡംഷൻ നടത്തണം. വേണ്ടേ? ഈ 5 lakh റുപ്പീസിൻ്റെ റിഡംഷൻ നടത്തണം. ദാറ്റ് മീൻസ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കണം? ഈ 5 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കണം. ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ. ഇപ്പോൾ നിങ്ങളിൽ നിന്ന് 5 ലക്ഷം രൂപ ഞാൻ വാങ്ങിക്കുന്നു. ഇപ്പോൾ സപ്പോസ് ഒരു 10% ഇൻട്രസ്റ്റ് എന്ന് വിചാരിക്കുക. സോ 2015 ഒരു 50,000 രൂപ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തരും, 16 ഒരു 50,000 രൂപ ഇൻട്രസ്റ്റ് തരും, 17 ഒരു 50,000 രൂപയുടെ ഇൻട്രസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരും. മനസ്സിലായല്ലോ? പക്ഷേ ഇത് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് മാത്രമാണ്. 3 വർഷം കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് എത്ര രൂപ തന്നെ കൊടുക്കണം? 5 ലക്ഷം രൂപ തന്നെ കൊടുക്കണം. സോ ആസ് എ ബിസിനസ് മാൻ, അല്ലെങ്കിൽ നിങ്ങളൊരു കമ്പനിയുടെ ഹെഡ് ആണെന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് 3 വർഷം കഴിഞ്ഞിട്ട് ഈ ലംസം ആയിട്ടുള്ള എമൗണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റണം. ആർക്ക്? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കാൻ പറ്റണം. മനസ്സിലായി? നമ്മൾ ഈ ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് ഏത് ഫണ്ടാണ്? ഡിബഞ്ചർ നിങ്ങളുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡിബഞ്ചർ തിരിച്ചു വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഡിബഞ്ചറിൻ്റെ വാല്യൂ എത്രയാണോ ആ വാല്യൂ നമ്മൾ തിരിച്ചു കൊടുക്കണം. വേണ്ടേ? അതായത് ആ വാല്യൂവിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്യാഷ് നമ്മൾ കൊടുക്കണം. ആ ക്യാഷ് കൊടുക്കണമല്ലോ. ആ ക്യാഷ് കൊടുക്കണമെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഫണ്ട് വേണം. ആ ഫണ്ട് നമ്മൾ എല്ലാ വർഷത്തെയും നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് കുറേശ്ശെയായിട്ട് മാറ്റി വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, സപ്പോസ് ഇതൊരു മീറ്റിംഗ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ കമ്പനിയുടെ ഡയറക്ടേഴ്സാണ്. ഓക്കെ, സോ നമ്മളെല്ലാവരും കൂടി തീരുമാനിക്കുന്നത് ആഫ്റ്റർ 3 years നമുക്കൊരു 5 ലക്ഷം രൂപയുടെ ലംസം എമൗണ്ട് പേയ്മെൻറ്റ് വരും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ വർഷവും നമ്മുടെ പ്രോഫിറ്റ് എത്രയാണോ ആ പ്രോഫിറ്റിൻ്റെ ഒരു സെർട്ടൻ പെർസെൻറ്റേജ് ഏത് കൊടുത്തു തീർക്കാൻ വേണ്ടി മാറ്റിവെക്കാം. നമ്മുടെ ഈ പറയുന്ന ഡിബഞ്ചർ കൊടുത്തു തീർക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഞാൻ പറയുന്ന സിറ്റുവേഷൻ മനസ്സിലായാലോ? ഇപ്പം 5 ലക്ഷം വേണ്ട, പോട്ടെ, ഇത് 5 ലക്ഷം വേണ്ട, 3 ലക്ഷം ആക്കാം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനി നമ്മുടെ തീരുമാനം എങ്ങനെയാണ്? 2015 പ്രോഫിറ്റിൽ നിന്നും 2016 പ്രോഫിറ്റിൽ നിന്നും 2017 പ്രോഫിറ്റിൽ നിന്നും നമ്മൾ ഓരോ ലക്ഷം രൂപ വെച്ച് മാറ്റി വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. മനസ്സിലായോ? ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ? പിയാണ്ടലിൽ നിന്ന് ഇത് മാറ്റി വെച്ചു, ശരിയാണ്. ഞാൻ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വേറൊരു ജേണൽ എൻട്രിയും കൂടെ കൊണ്ടുവരാം. ദാറ്റ് മീൻസ് സാലറി കൊടുത്തു. ജേണൽ എൻട്രി എന്താ? സാലറി കൊടുക്കുമ്പോൾ ജേണൽ എൻട്രി എന്താ? ആലോചിച്ചോക്കെ. സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അല്ലേ? ഈ സാലറിനെ പിയാണ്ടൽ അക്കൗണ്ടിലോട്ട് ചാർജ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്തായിരിക്കും? പിയാണ്ടൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു സാലറി. 5,000 റുപ്പീസ് ആണെങ്കിൽ ദേ ഇതാണ് ആദ്യത്തെ എൻട്രി, ഇത് രണ്ടാമത്തെ എൻട്രി അല്ലേ? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? സാലറി ഡ്യൂ ആയിട്ട് കാണിക്കും. സാലറി ഡ്യൂ ആകുമ്പോൾ ജനറൽ എൻട്രി വരും, പിയാണ്ടൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു സാലറി എന്ന് പറയും. അതായത് നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് 5,000 റുപ്പീസ് സാലറി കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചു ആണല്ലോ. സെക്കൻഡ് ജനറൽ എൻട്രി എന്താ നോക്കി? സെക്കൻഡ് ജനറൽ എൻട്രി എന്താ? നമ്മൾ ഈ മാറ്റി വെച്ച 5,000 റുപ്പീസ് നമ്മൾ ആർക്ക് പേ ചെയ്തു? ബാങ്ക് ത്രൂ എംപ്ലോയീസിന് പേ ചെയ്തു. ഞാൻ ആ ഇൻഷുറൻസ് മെത്തേഡ് എന്താണ്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ 2 മെത്തേഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതായത് ഓരോ വർഷത്തെയും പിയാണ്ടലിൽ നിന്ന് നമ്മൾ 5,000 രൂപ മാറ്റി വെച്ചു. ആ 5,000 രൂപ എംപ്ലോയീസിന് ബാങ്ക് വഴി കൊടുക്കുകയും ചെയ്തു. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ മെത്തേഡിലോട്ട് തിരിച്ചു വന്നേ. അതായത് ഈ ഡിബഞ്ചർ റിഡംഷൻ്റെ കേസുമായിട്ട് തിരിച്ചു വന്നേ. നമ്മൾ ഓരോ വർഷവും ഓരോ ലക്ഷം രൂപ വെച്ച് പിയാണ്ടലിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട് അല്ലേ? പക്ഷേ അവർക്ക് ബാങ്ക് ത്രൂ പേ ചെയ്യുന്നുണ്ടോ? പേ ചെയ്യുന്നില്ല. കാരണം പേ ചെയ്യുന്നത് എപ്പോൾ മാത്രമാണ്? 3 വർഷം കഴിഞ്ഞിട്ട് മാത്രമാണ് പേ ചെയ്യുന്നത്.
ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിനകത്ത് സാലറി എന്ന് പറഞ്ഞ് പിയാൻഡലിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്, ആ സാലറി ബാങ്ക് ത്രൂ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ കേസ് ഒന്ന് ആലോചിച്ച് നോക്കി, 3 ലക്ഷം രൂപ ഡിബഞ്ചറിൻ്റെ പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട്, റിഡംഷൻ നടത്താൻ വേണ്ടിയിട്ട് ഓരോ വർഷവും ഓരോ ലക്ഷം രൂപ വെച്ച് നമ്മൾ നമ്മുടെ പിയാൻഡലിൽ നിന്ന് മാറ്റി വെച്ചു. ആണോ? പിയാൻഡലിൽ നിന്ന് മാറ്റി വെച്ചു. പക്ഷേ അത് ആർക്കും പേ ചെയ്യുന്നില്ല. പേ ചെയ്യുന്നത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എപ്പോൾ മാത്രമാണ്? ആഫ്റ്റർ 3 ഇയേഴ്സ്. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? ഓരോ വർഷവും പിയാൻഡലിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കാൻ വേണ്ടി തീരുമാനിച്ചു, പക്ഷേ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കാനും പറ്റില്ല, അല്ലെങ്കിൽ ഓരോ വർഷങ്ങളായിട്ട് അവർക്ക് റിഡംഷൻ നടത്താനും പറ്റില്ല. സോ ഇങ്ങനെ റിഡംഷൻ നടത്താൻ വേണ്ടിയിട്ട് ഓക്കെ, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിൻ്റെ ഫേസ് വാല്യൂ അവർക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം നമുക്ക് 2 മെത്തേഡ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഹൗ ടു റെഡീം ദ ഡിബഞ്ചേഴ്സ്, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിൻ്റെ ഫേസ് വാല്യൂ എങ്ങനെ നമുക്ക് തിരിച്ചു കൊടുക്കാം. ഇതിന് 2 മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ഇൻഷുറൻസ് പോളിസി മെത്തേഡ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കോൾഡ് സിങ്കിങ് ഫണ്ട് മെത്തേഡ്. പറഞ്ഞത് മനസ്സിലായല്ലോ? അതായത് ഈ 3 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫണ്ട് സ്വരൂപിച്ചെടുത്ത് വെക്കണം. അങ്ങനെ ഫണ്ട് സ്വരൂപിച്ചെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനകത്ത് ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഇൻഷുറൻസ് മെത്തേഡും, രണ്ടാമത്തെ മെത്തേഡിനെ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെത്തേഡിനെ നമ്മൾ സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറയും. സോ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും എന്താണ് ഇൻഷുറൻസ് പോളിസി മെത്തേഡ് നോക്കാം. ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. ഇൻഷുറൻസ് പോളിസി മെത്തേഡ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ? നമ്മുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലായല്ലോ. ഓരോ വർഷവും പിയാൻഡലിൽ നിന്ന് 1 ലക്ഷം രൂപ വെച്ച് മാറ്റി വയ്ക്കുന്നു. അത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എപ്പോൾ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ? ആഫ്റ്റർ 3 ഇയേഴ്സേ കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നോക്കി, നമ്മൾ ഫസ്റ്റ് ജേണൽ എൻട്രിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പിയാൻഡൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട്. മനസ്സിലായോ? എന്താ ചെയ്യണേ? ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത്തെ ജേണൽ എൻട്രി വരുന്നത്, നിങ്ങൾ എത്രയാണോ എമൗണ്ട് മാറ്റി വെക്കുന്നത് അതിന് ഇക്വലൻ്റ് ആയിട്ട് നിങ്ങളൊരു പോളിസി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിനകത്ത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ദ സെക്കൻഡ് ജേണൽ എൻട്രി എന്ന് പറയുമ്പോൾ ഡിബഞ്ചർ റിഡംഷൻ പോളിസി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ചെയ്താൽ മനസ്സിലായല്ലോ? ആദ്യം എന്താ പറഞ്ഞേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ നിന്ന് സെർട്ടൈൻ പെർസെൻറ്റേജ് ഓരോ വർഷവും എടുത്ത് മാറ്റി വെച്ച് ഏതിലോട്ട് എടുത്തു വെക്കുന്നു? ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിലോട്ട് മാറ്റി വെക്കുന്നു. ഓക്കെ, ദാറ്റ് മീൻസ് സപ്പോസ് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ചിട്ടാണെങ്കിൽ 1 ലക്ഷം രൂപ അതിലോട്ട് മാറ്റി വെച്ചു. രണ്ടാമത്തെ വർഷവും ഇതേ ജേണൽ എൻട്രി വരും. സോ 2 വർഷം കഴിയുമ്പോൾ ഈ റിഡംഷൻ ഫണ്ട് അക്കൗണ്ടിൽ എത്ര രൂപ അടപ്പുണ്ടാവും? 1 ലക്ഷം രൂപ അടപ്പുണ്ടാവും. 2 ലക്ഷം രൂപ അടപ്പുണ്ടാവും. മൂന്നാമത്തെ വർഷം കഴിയുമ്പോഴോ ഈ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? ഒരു 3 ലക്ഷം രൂപ നമുക്ക് കിടപ്പുണ്ടാവും. ക്രെഡിറ്റ് ബാലൻസ് അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ റിസർവ് എടുത്തു വെക്കുന്നത് പോലെ നമ്മളൊരു 3 ലക്ഷം രൂപ എടുത്തു വെച്ചിട്ടുണ്ടാവും. ഇനി ഇവിടെ നോക്കി, ദ ഡിബഞ്ചർ റിഡംഷൻ പോളിസി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്, അതായത് ബാങ്ക് വഴി ക്യാഷ് പോയിരിക്കുന്നതാണ്. നമ്മൾ എന്താ ഒരു ഇൻഷുറൻസ് പോളിസി വാങ്ങിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാം? 1 ലക്ഷം രൂപ എടുത്തു വയ്ക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായല്ലോ? ദാറ്റ് മീൻസ് ഈ ഏതുപോലെ തന്നെ ഇൻഷുറൻസിന്റെ പ്രീമിയം അടയ്ക്കുന്നത് പോലെ തന്നെ അല്ലേ? ഒരു 10 വർഷത്തെ ഇൻഷുറൻസ് ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, 10 വർഷവും നമ്മൾ പ്രീമിയം അടയ്ക്കുന്നു, 10 വർഷം കഴിഞ്ഞിട്ട് ആ ലംസം എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നു. അത് അതേപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ അക്കൗണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ രീതിയിൽ തന്നെ ചെയ്യണമെന്നർത്ഥം. അതായത് പിയാൻഡൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞ് 1 ലക്ഷം രൂപ എഴുതി വെച്ചു. രണ്ടാമത്തെ വർഷം കഴിയുമ്പോൾ വീണ്ടും 1 ലക്ഷം രൂപ പിയാൻഡലിൽ നിന്ന് മാറ്റി, അപ്പോൾ 2 ലക്ഷം രൂപയായി. മൂന്നാമത്തെ വർഷം കഴിയുമ്പോൾ വീണ്ടും 1 ലക്ഷം രൂപ പിയാൻഡലിൽ നിന്ന് മാറ്റി, അങ്ങനെ 3 ലക്ഷം രൂപയായി. അതിന് ഇക്വലൻ്റ് ആയിട്ട് വരുന്ന എമൗണ്ട് ഏതാ? ഡിബഞ്ചർ റിഡംഷൻ പോളിസി ഫണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 3 വർഷവും ഓരോ ലക്ഷം രൂപ വെച്ച് മാറ്റി വയ്ക്കും. പറഞ്ഞാൽ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ നോക്കിയേ, ആഫ്റ്റർ 3 ഇയേഴ്സ് 3 വർഷം കഴിയുമ്പോൾ ദേ
ഇതിന് ഒരു ക്രെഡിറ്റ് ബാലൻസും ഇതിന് ഒരു ഡെബിറ്റ് ബാലൻസും 3 ലക്ഷം രൂപ കിടപ്പുണ്ടോ? പറഞ്ഞാൽ മനസ്സിലായി? അതായത് പോളിസി അക്കൗണ്ടിനകത്ത് ഡിബഞ്ചർ റിഡംഷൻ പോളിസി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ അക്കൗണ്ടിനകത്ത് നിങ്ങളുടെ 3 ലക്ഷം രൂപ കിടപ്പുണ്ട്, ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കിടപ്പുണ്ട്. രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. ആദ്യത്തേത് ഏതാ? ഫണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് എവിടെയും ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല, നമ്മൾ നമ്മുടെ പിയാൻഡലിൽ നിന്ന് പ്രോഫിറ്റ് കുറച്ച് കാണിക്കുന്നതാണ്. രണ്ടാമത്തത് അങ്ങനെയല്ല, നമ്മൾ ബാങ്ക് ത്രൂ അവിടെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണേ. മനസ്സിലായോ? ബാങ്ക് ത്രൂ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണേ. ഇനി അറ്റ് ദ ഇയർ എൻഡ്, മൂന്നാമത്തെ വർഷം കഴിയുമ്പോൾ ഓക്കെ നോക്കി, ഈ ഇൻഷുറൻസ് പോളിസി ഫണ്ടിനകത്ത് എത്ര രൂപ കിടപ്പുണ്ട്? 3 ലക്ഷം രൂപ കിടപ്പുണ്ട്. നിങ്ങളതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കിയാൽ മതി. ആ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ എത്ര രൂപ കിടപ്പുണ്ട്? 3 ലക്ഷം രൂപ കിടപ്പുണ്ട്. ആ 3 ലക്ഷം രൂപ കിടക്കുന്ന ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ സെയിൽ ചെയ്യുന്നു. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടും? ദേ അറ്റ് ദ എൻഡ് 3 വർഷം കഴിയുമ്പോൾ നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടും. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ പോളിസി അക്കൗണ്ട് 3 lakh rupees തിരിച്ചു കിട്ടും. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? സോ ഓരോ വർഷവും പിയാൻഡിലിൽ നിന്ന് എടുത്ത് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ടിലോട്ട് മാറ്റി. അതിനിപ്പോൾ ഒരു ക്രെഡിറ്റ് ബാലൻസ് 3 ലക്ഷം രൂപ കിടപ്പുണ്ട് അല്ലേ? നിങ്ങൾ ബാലൻസ് ഷീറ്റ് എടുത്തൊന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കി. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിനകത്ത് റിസർവ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 ലക്ഷം രൂപ കിടപ്പുണ്ട്. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു 3 ലക്ഷം രൂപ കിടപ്പുണ്ട്. ആ 3 ലക്ഷം രൂപ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സെയിൽ ചെയ്തപ്പം ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ പോളിസി അക്കൗണ്ട് എന്ന് പറഞ്ഞ് 3 lakh rupees നമ്മൾ ആ സെയിൽ ചെയ്ത ക്യാഷ് നമുക്ക് കിട്ടി. ഈ ക്യാഷ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ? ഡിബഞ്ചർ റിഡംഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇവിടെ വരുന്ന ഒരു ചെറിയ വ്യത്യാസം എന്താണെന്നറിയാവോ? അതായത് 3 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് 3 ലക്ഷം രൂപ തന്നെയല്ല കിട്ടണേ, അതിനകത്തുനിന്ന് നമുക്ക് കൂടുതൽ മേ ബി അതിൻ്റെ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ അഡീഷൻ വാല്യൂ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് നമുക്കൊരു 3,20,000 രൂപ കിട്ടിയെന്ന് വിചാരിക്കാം. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവണോ നിങ്ങൾക്ക്? ഓക്കെ, അതായത് 3 ലക്ഷം രൂപ എല്ലാ വർഷവും 1 ലക്ഷം രൂപ വെച്ച് ബാങ്കിലിട്ടു അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റിലിട്ടു, നമുക്ക് തീർച്ചയായിട്ടും എന്ത് വരും? അതിനകത്തുനിന്ന് ഒരു ലാഭം ഉണ്ടാവും അല്ലേ? സോ അങ്ങനെ ലാഭം ഉണ്ടാവുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 3,20,000 ഡിബഞ്ചർ റിഡംഷൻ പോളിസി അക്കൗണ്ട്. ഇവിടെ പോളിസി അക്കൗണ്ടിന്റെ ബാലൻസ് എത്ര മാത്രമേ ഉള്ളൂ? 3 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ അല്ലേ? കാരണം എന്താ? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിനകത്ത് റിസർവ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എത്ര മാത്രമാണ്? അസറ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എത്ര മാത്രമാണ്? 3 ലക്ഷം രൂപ മാത്രം. ഓരോ വർഷം 1 ലക്ഷം രൂപ വെച്ച് മാറ്റി. ഇപ്പൊ വിൽക്കുന്ന നേരത്ത് നമുക്ക് എത്രയും കൂടെ കിട്ടി? ഒരു 20,000 രൂപ അഡീഷൻ കിട്ടി. ആ കിട്ടിയ അഡീഷന്റെ എമൗണ്ട് 20,000 ഏത് അക്കൗണ്ടിൽ കൊണ്ടുപോകണം? നമ്മുടെ ആദ്യത്തെ അക്കൗണ്ട്, ദാറ്റ് മീൻസ് ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ടിലോട്ട് കൊണ്ടുപോകണം 20,000. നിങ്ങൾക്ക് ആ പ്രോസസ്സ് മനസ്സിലായാലേ പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ആ പ്രോസസ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ബാലൻസ് ഷീറ്റിനെ കുറിച്ച് ആലോചിക്കാൻ പറയണേ. മനസ്സിലായോ? ബാലൻസ് ഷീറ്റിനകത്ത് ആദ്യത്തെ വർഷം കഴിയുന്ന നേരത്തെ റിസർവ് സൈഡിൽ 1 ലക്ഷം വരും. ദാറ്റ് മീൻസ് ലയബിലിറ്റി സൈഡിനകത്ത് 1 ലക്ഷം വരും, അസറ്റ് സൈഡിനകത്ത് 1 ലക്ഷം വരും. രണ്ടാമത്തെ വർഷം ഇവിടെ 2 അവിടെയും 2. മൂന്നാമത്തെ വർഷം ഇവിടെ 3 ലക്ഷം രൂപയാവും, അസറ്റ് സൈഡ് 3 ലക്ഷം രൂപയാവും. ആ 3,20,000 രൂപയുള്ള സാധനം 3,20,000 രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഫണ്ട് അക്കൗണ്ട് പോളിസി അക്കൗണ്ട് 3 ലക്ഷം രൂപയ്ക്ക് ക്യാൻസൽ ചെയ്തു, ക്ലോസ് ചെയ്തു. പോളിസി അക്കൗണ്ടിനകത്ത് ഇപ്പോൾ 3 ലക്ഷം ഉള്ളൂ, അത് നമ്മൾ ക്ലോസ് ചെയ്തു. പക്ഷേ ബാങ്ക് വഴി നമുക്ക് 20,000 രൂപ കിട്ടി. ആ 20,000 രൂപ നമ്മൾ ഏത് അക്കൗണ്ടിലോട്ട്? നമ്മുടെ ലയബിലിറ്റി സൈഡിനകത്ത് കിടക്കുന്ന ഈ പറയുന്ന റിഡംഷൻ ഫണ്ടിലോട്ട് മാറ്റി. ഇപ്പോൾ ആ റിഡംഷൻ ഫണ്ടിന്റെ ബാലൻസ് എത്രയാണ്? ആലോചിച്ച് നോക്കിയേ. ഓരോ വർഷവും ഓരോ ലക്ഷം രൂപ വെച്ച് മാറ്റിയതും കൂടാതെ ഇത് സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന 20,000 മനസ്സിലായോ? ഓരോ വർഷവും ഓരോ ലക്ഷം രൂപ വെച്ച് മാറ്റി വെച്ചതും ഇപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ 20,000. അങ്ങനെ ടോട്ടൽ 3,20,000 രൂപ ഏത് അക്കൗണ്ടിൽ ഉണ്ടാവും? ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ടിൽ ഉണ്ടാവും. സോ അത് നമുക്ക് ക്ലോസ് ചെയ്യാം. ദാറ്റ് മീൻസ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് 3,20,000. ഡിബഞ്ചർ റിഡംഷൻ റിസർവിൽ തന്നെ കൊണ്ടുപോകണമെന്നില്ല കേട്ടോ, ജനറൽ റിസർവിലോട്ട് കൊണ്ടുപോയാലും മതി. നമ്മൾ പഠിച്ച കാര്യം എന്തായിരുന്നു?
ഡിബഞ്ചർ റിഡംഷൻ നടത്തുമ്പോൾ ഇക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ഏതിലോട്ട് മാറ്റി വെക്കണം? ഡിബഞ്ചർ റിഡംഷൻ റിസർവിലോട്ട് മാറ്റി വെക്കണം. ആ പ്രോസസ്സ് മനസ്സിലായെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, സോ നോക്കി, ഓരോ വർഷവും P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞ 1 ലക്ഷം രൂപ മാറ്റി വെക്കുന്നു. അങ്ങനെ 3 വർഷം കഴിയുമ്പോൾ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ടിനകത്ത് 3 ലക്ഷം രൂപയും ഡിബഞ്ചർ റിഡംഷൻ പോളിസി അക്കൗണ്ടിനകത്ത് 3 ലക്ഷം രൂപയും വരും. ആ പോളിസി അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, അസറ്റ് ആണ്. അത് നമ്മൾ 3,20,000 രൂപയ്ക്ക് സെയിൽ ചെയ്തു. 3,20,000 രൂപയ്ക്ക് സെയിൽ ചെയ്യുന്ന നേരത്ത് ബാങ്ക് എന്ന് പറഞ്ഞ് നമുക്ക് 3,20,000 രൂപ കാണിക്കാം. ഈ പറയുന്ന പോളിസി അക്കൗണ്ടിനകത്ത് നമുക്ക് 3 ലക്ഷം കാണിക്കാം. അവിടെ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന 20,000 രൂപ ഏതിനകത്തോട്ട് തന്നെ കൊണ്ടുവരാം? ഈ പറയുന്ന ഫണ്ട് അക്കൗണ്ടിലോട്ട് തന്നെ കൊണ്ടുവരാം. ക്രെഡിറ്റ് ബാലൻസ് അല്ലേ, സോ ആ ഫണ്ട് അക്കൗണ്ടിലോട്ട് തന്നെ കൊണ്ടുവന്നു. സോ ഇപ്പോൾ ആ ഫണ്ട് അക്കൗണ്ടിനകത്ത് എത്രയുണ്ട്? 3,20,000 രൂപയുണ്ട്. ക്രെഡിറ്റ് ബാലൻസാണ്, അതിനെ നമ്മൾ ഇല്ലാതെയാക്കണം. ദാറ്റ് മീൻസ് അതിനെ ഡെബിറ്റ് ചെയ്യുന്നു, പകരം ഏതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു? ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് 3,20,000 റുപ്പീസിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. എന്തിനാണ് നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യണേ? നമ്മൾ കഴിഞ്ഞ വീഡിയോനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഡിബഞ്ചർ റിഡംഷൻ നടത്തുകയാണെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ഏതിനകത്തോട്ട് കൊണ്ടുവരണം? ഈ പറയുന്ന ഡിബഞ്ചർ റിഡംഷൻ റിസർവിലോട്ട് കൊണ്ടുവരണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ മെറ്റീരിയലിനകത്ത് ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്, അതും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പ്രോബ്ലം നിങ്ങൾ കൂടെ ചെയ്തു പോവുകയാണെങ്കിൽ ഒരു പേനയോ പേപ്പറോ എടുത്ത് കൂടെ തന്നെ ജേർണൽ എൻട്രി എഴുതി ചെയ്ത് പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. നമുക്ക് ചെയ്യാം. നോക്കി, on 1/1/2015 Hello Limited issued 500 15% debentures of ₹300 each at a discount of 10%. മനസ്സിലായോ? അതായത് 500 ഡിബഞ്ചേഴ്സ് ആണ്, ഓരോന്നിനും 300 റുപ്പീസ് വെച്ചിട്ടാണ്. സോ എത്ര വരും? 1,50,000 റുപ്പീസ് ആണ് നമുക്ക് ഡിബഞ്ചറിൻ്റെ വാല്യൂ ആയിട്ട് പറഞ്ഞത്. കൂടെ ചെയ്ത് വന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഇനി പറയുന്ന കാര്യം എന്നാ? ഈച്ച് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 10%. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ട് ആയിട്ട് എത്ര കൊടുക്കുന്നുണ്ട്? 10% കൊടുക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് 15,000 റുപ്പീസ് നമ്മൾ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട്, ആണല്ലോ. സോ ജേർണൽ എൻട്രി എന്ത് വരും? ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ജേർണൽ എൻട്രി എന്ത് വരും? നമുക്ക് ക്യാഷ് ആയിട്ട് എത്ര കിട്ടും? 1,35,000 റുപ്പീസ് കിട്ടും. സോ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് എത്ര എഴുതാം? 1,50,000 എഴുതാം. ഇനി റിഡീമബിൾ അറ്റ് എ പ്രീമിയം ഓഫ് 10% ആഫ്റ്റർ 4 years. സോ നോക്കിയേ, ഇവിടെ റിഡംഷൻ നടത്തുന്നതും 10%-ലാണ്, പ്രീമിയത്തിലാണ്, ആണോ? സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 ലോസ് കയറി വരും. നമ്മൾ ഇഷ്യൂവിൻ്റെ സമയത്ത് പഠിച്ച ജേർണൽ എൻട്രി ഓർമ്മയുണ്ടല്ലോ, എങ്ങനെയൊക്കെയായിരുന്നു? 2 ലോസുകൾ കയറി വരികയാണെങ്കിൽ രണ്ടാമത്തെ ലോസിനെ, ദാറ്റ് മീൻസ് റിഡംഷൻ്റെ സമയത്തുണ്ടാവുന്ന അല്ലെങ്കിൽ റിഡംഷൻ പ്രീമിയത്തിന് ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന ലോസിനെ നമ്മൾ വേറൊരു അക്കൗണ്ടിലോട്ട്, ദ പ്രീമിയം ഫോർ റിഡംഷൻ എന്ന് പറഞ്ഞ അക്കൗണ്ടിലോട്ട് മാറ്റി വയ്ക്കും, ആണോ? സോ ജേർണൽ എൻട്രി എന്ത് വരും? ആലോചിച്ച് നോക്കി. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 1,35,000, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗിലെ 15,000 ക്ലോസിംഗിലെ, അതായത് ഇഷ്യൂവിൻ്റെ സമയത്തുള്ള 15,000 ഏത് സമയത്ത്? റിഡംഷൻ്റെ സമയത്തുള്ള 15,000 കൂടെ ചേർത്തി നമ്മൾ എത്ര കാണിക്കും? 30,000 റുപ്പീസ് കാണിക്കും. ടു ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞ് 1,50,000 കാണിക്കും. ടു പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞിട്ട് എത്ര കാണിക്കും? 15,000 റുപ്പീസ് കാണിക്കും. ഓക്കെ, എനിക്ക് തോന്നുന്നു ഓർമ്മയുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അടുത്തത്, ഇറ്റ് വാസ് ഡിസൈഡ് ടു ടേക്ക് ഔട്ട് ദ ഇൻഷുറൻസ് പോളിസി ടു പ്രൊവൈഡ് ദ നെസസറി ഫണ്ട് ഫോർ ദ റിഡംഷൻ ഓഫ് ദ ഡിബഞ്ചേഴ്സ്. സോ നോക്കി, ഡിബഞ്ചർ റിഡംഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻഷുറൻസ് പോളിസി അക്കൗണ്ട് ചേർന്നിട്ടുണ്ട്. ഇനി ദ ആനുവൽ പ്രീമിയം ഓഫ് ദ പോളിസി പേയബിൾ ഓൺ 1st January എവറി ഇയർ. എല്ലാ വർഷവും തുടക്കം തന്നെ 40,000 രൂപ വെച്ച് വാസ് ₹40,000. സോ 4 വർഷമാണ്. സോ 4 വർഷം ഓരോ വർഷവും P&Lൽ നിന്ന് നമ്മൾ ഏതിലോട്ട്, നമ്മുടെ ഫണ്ടിലോട്ട് 40,000 രൂപ മാറ്റും. എന്നിട്ട് ആ 40,000 വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും, ഇൻഷുറൻസിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇനി ദ സം അഷ്യൂർഡ് ദ പോളിസി വാസ് 1,65,000. സോ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇതുമായിട്ട് നമുക്ക് നോക്കാം. നേരത്തെ 3 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ 3,20,000 രൂപ കിട്ടി, അല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. ഇവിടെ 40,000 വെച്ച് 4 വർഷം എത്ര വരും? 1,60,000 രൂപ വരും, അല്ലേ? 40,000 വെച്ച് 4 വർഷം ചെയ്യുമ്പോൾ 1,60,000 വരുള്ളൂ. പക്ഷേ ഇവിടെ എത്ര കിട്ടുന്നുണ്ട്? 1,65,000 കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് അഡീഷണലി കിട്ടുന്ന 5,000 കൂടെ നമ്മൾ ഫണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. മനസ്സിലായോ? സോ ഇനീഷ്യൽ ജേർണൽ എൻട്രി എന്ന് പറയുന്നതിനകത്ത് 2 ലോസ് വരും, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് കണക്കാക്കാം.
ഓരോ വർഷവും 40,000 വെച്ച് നമ്മൾ ഫണ്ടിലോട്ട് മാറ്റും, ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, നോക്കാം, ജേണൽ എൻട്രീസ് നോക്കാം. കൺഫ്യൂസിങ് ആണ്, നിങ്ങൾ കൂടെ ചെയ്തു വന്നാലേ അത് മനസ്സിലാവുള്ളൂ. സോ 1/1/2015 ആദ്യത്തെ ജേണൽ എൻട്രി നോക്കി, നമ്മൾ പറഞ്ഞതുപോലെ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 1,35,000. ഇനി ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 15,000 ആൻഡ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 15,000. രണ്ടും കൂടെ ചേർത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ ആയിട്ട് 30,000 എഴുതാം, നോ ഇഷ്യൂസ്. ഇനി ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 1,50,000 വരും. ആൻഡ് ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 15,000 വരും. മനസ്സിലായി? ഇവിടെ ആദ്യത്തെ ജേണൽ എൻട്രി മനസ്സിലായല്ലോ. ബാങ്ക് അക്കൗണ്ട് വഴി 1,35,000, 2 ലോസ് ഉണ്ട്, ഇഷ്യൂവിന്റെ സമയത്ത് റിഡംഷന്റെ സമയത്ത്. സോ അതിനെ നമ്മൾ മാറ്റി വെച്ചു. മനസ്സിലായോ? ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നോക്കേ, ഇവിടെ 15,000 നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്താ? ലോസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ലോസിനെ അതാത് വർഷത്തെ P&L കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്യാം. ആണല്ലോ, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഓഫ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? 15,000 റുപ്പീസാണ് നമ്മുടെ ആവശ്യമെങ്കിൽ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് നമുക്കുണ്ടാവുന്ന ലോസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ലോസ് 15,000 ആണെങ്കിൽ നമുക്ക് 15,000 ഡിവൈഡ് ബൈ 4 എത്ര വരും? 3,750 വരും. ഈ 3,750 എന്ന് പറയുന്നത് 4 വർഷത്തേക്ക് ആയതുകൊണ്ട് 4 വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് മാറ്റിവെക്കാം. മനസ്സിലായി? സോ ഫസ്റ്റ് ജേണൽ എൻട്രി എഴുതി. ഇനി 3 ജേണൽ എൻട്രീസ് ആണ് നമുക്ക് പറഞ്ഞത്. ഓരോ വർഷവും 40,000 രൂപ വെച്ച് മാറ്റി വെക്കണം. ആ 40,000 കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. കൂടാതെ ഈ പറയുന്ന ലോസിന്റെ 3,750 രൂപ വെച്ച് നമുക്ക് ഏതിലോട്ട് മാറ്റി വെക്കണം? നമ്മുടെ P&L നിന്ന് മാറ്റി വെക്കണം. ഓക്കെ, ജേണൽ എൻട്രി നോക്കി. ഡിബഞ്ചേഴ്സ് റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് ത്രൂ നമ്മൾ 40,000 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്തു. ഇനി അതിന് ഇക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് P&L നിന്ന് മാറ്റി വെച്ചു. ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട്. മനസ്സിലായി? അതായത് ഓരോ വർഷവും P&L നിന്ന് എടുത്തിട്ട് ഫണ്ടിലോട്ട് 40,000 റുപ്പീസ് മാറ്റി വെച്ചു. ദേ ബാങ്ക് ത്രൂ ഏത് തുടങ്ങി? പോളിസി അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. കൂടാതെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഏതിൽ നിന്ന് ഈ 3,750 രൂപ ചാർജ് ചെയ്യുകയും ചെയ്തു. 3,750 എന്താണെന്ന് മനസ്സിലായല്ലോ. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന 15,000 ലോസിനെ 4 വർഷത്തേക്ക് ആയതുകൊണ്ട് 4 വർഷത്തേക്ക് നമുക്ക് ഇക്വലന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. മനസ്സിലായി? ഈ പ്രോബ്ലത്തിനകത്ത് കയറി വന്നതുകൊണ്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ വർഷത്തെ കഴിഞ്ഞു. സോ നോക്കിയേ, ആദ്യത്തെ വർഷത്തെ ബാലൻസുകൾ എത്രയൊക്കെ വരും? ആദ്യത്തെ വർഷത്തെ പോളിസി ഫണ്ടിനകത്ത് 40,000 വരും അല്ലേ? ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്നത് പോളിസി അക്കൗണ്ടാണ്. സോ അസറ്റ് ആയിട്ട് ഒരു 40,000 വരും, റിസർവ് ആയിട്ട് എത്രയും വരും? ഒരു 40,000 വരും. ഇനി രണ്ടാമത്തെ വർഷം എഗെയിൻ 1 ജാനുവരി 2016, 2015 കഴിഞ്ഞു, 2016 ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. എങ്ങനെയാ? ഡിബഞ്ചർ റിഡംഷൻ പോളിസി ഫണ്ട് പോളിസി അക്കൗണ്ട് ഡെപ്റ്റർ 40,000 ഏതിൽ നിന്ന് മാറ്റി വെക്കാം? P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് 40,000. സോ 2 വർഷം കഴിയുമ്പോൾ 2 അക്കൗണ്ടിലും 80,000 റുപ്പീസ് വെച്ച് വരും. എന്ത് ചെയ്യാം? നോർമലി P&L അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് 3,750 രൂപ എടുത്ത് വെക്കാം. അല്ലെങ്കിൽ ആ ലോസിനെ ഒഴിവാക്കാം. സോ 2 വർഷം കഴിഞ്ഞു. എഗെയിൻ തേർഡ് ഇയർ ഇതേ ജേണൽ എൻട്രി റിപ്പീറ്റ് ചെയ്യും. 2017 എങ്ങനെയാ? ഓപ്പണിംഗിലാണ് ഇൻവെസ്റ്റ് ചെയ്യണേ. സോ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞ് 40,000 കാണിക്കാം. ഓക്കെ, ഇത് 1 ജാനുവരിയിലും ഇത് 31 ഡിസംബറിലും എഴുതണേ. കാരണം എന്താ? പോളിസി കൊടുക്കുന്നത് 1 ജാനുവരിയിലാണ് നമ്മളോട് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ 31 ഡിസംബറിനകത്ത് എഴുതിയാൽ മതി. പ്രോബ്ലത്തിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് 1 ജാനുവരിയിലാണ് പേയ്മെന്റ് കൊടുക്കണേന്ന്. സോ ഇവിടെ 40,000 കൊടുത്തു. P&L വഴി അപ്രോപ്രിയേഷൻ വഴി 40,000 റുപ്പീസ് നമ്മൾ മാറ്റി വെച്ചു. ആ വർഷവും 3,750 രൂപ P&L കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്തു. ഓക്കെ, ആൻഡ് എഗെയിൻ 2018 4ാമത്തെ വർഷം എന്ത് ചെയ്യും? നോക്കി, ഓപ്പണിംഗിൽ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട് 40,000. 4ാമത്തെ വർഷമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ? റിഡംഷൻ നടത്താൻ പോണേ അല്ലേ? സോ 4ാമത്തെ വർഷം ഓപ്പണിംഗിൽ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 40,000 മാറ്റി വെച്ചു. ഇപ്പോൾ ഈ അക്കൗണ്ടിൽ എത്ര രൂപ കിടപ്പുണ്ട്? 1,60,000 റുപ്പീസ് കിടപ്പുണ്ട്. ദാറ്റ് മീൻസ് അസറ്റ് ആയിട്ട് 1,60,000 രൂപ നമ്മൾ മാറ്റി വെച്ചത് കിടപ്പുണ്ട് അല്ലേ? P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട്. ഈ അക്കൗണ്ടിനകത്തും എത്ര കിടപ്പുണ്ട്? റിസർവ് ആയിട്ട് 1,60,000 രൂപ കിടപ്പുണ്ട്.
ആ വർഷവും നമ്മൾ ഏത് മാറ്റി? പി ആൻഡ് എൽ അക്കൗണ്ട് അറ്റ് ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് 3750 രൂപ മാറ്റി. ചെയ്ത കാര്യം മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഓരോന്നായിട്ട് അങ്ങ് ക്ലോസ് ചെയ്യാൻ പോവാം. അതായത് ഈ 1,60,000 രൂപയുടെ അസറ്റിനെ നമ്മൾ ബാങ്ക് ത്രൂ തന്നെ അങ്ങ് ഇല്ലാതാക്കാൻ പോവാം. ഇല്ലാതാക്കാൻ പോകുന്ന വെച്ചാൽ ആ 1,60,000 രൂപയുടെ അസറ്റിനെ നമ്മൾ സെയിൽ ചെയ്യാൻ പോവാം. സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും? 1,60,000 കിട്ടണേ, 1,65,000 രൂപ കിട്ടും. ആണോ? സോ അവിടെ നമുക്ക് ജേണൽ എൻട്രി എന്ത് വരും? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 1,65,000 ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട് 1,65,000. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം ഇവിടെ പോളിസി അക്കൗണ്ടിനകത്ത് എത്രയേ ഉള്ളൂ? 1,60,000 രൂപയേ ഉള്ളൂ. ആണോ? നിങ്ങൾ നോക്കി, പോളിസി അക്കൗണ്ടിന്റെ ബാലൻസ് 1,60,000 ഉള്ളൂ. സോ അഡീഷണൽ വരുന്ന 5,000 എന്ന് പറയുന്നത് ഏത് അക്കൗണ്ടിലോട്ട് മാറ്റാം? ഫണ്ട് അക്കൗണ്ടിലോട്ട് മാറ്റാം. ഇവരിവിടെ ചെയ്തിരിക്കുന്നത് പോളിസി അക്കൗണ്ടിലോട്ട് 5,000 അഡീഷണൽ കൂടി ചെയ്തിട്ട് ആ പോളിസിയിൽ നിന്ന് വീണ്ടും ഫണ്ടിലോട്ട് മാറ്റിയിരിക്കണേ. അങ്ങനെ ചെയ്യണമെന്നില്ല. ദാറ്റ് മീൻസ് ബാങ്ക് അക്കൗണ്ട് അറ്റ് 1,65,000 വരും, പോളിസി അക്കൗണ്ടിന്റെ ബാലൻസ് 1,60,000 ഉള്ളൂ. സോ എന്ത് ചെയ്യാം? ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട് 1,60,000 കാണിക്കാം. എന്നിട്ട് ഇവിടെ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 5,000 റുപ്പീസ് കാണിക്കാം. അങ്ങനെ 5,000 റുപ്പീസ് കാണിക്കുന്ന നേരത്ത് 5,000 റുപ്പീസ് കാണിക്കുന്ന നേരത്ത് ഇപ്പൊ ഫണ്ട് അക്കൗണ്ടിനകത്ത് എത്ര രൂപയായി? ഫണ്ട് അക്കൗണ്ടിനകത്ത് എത്ര രൂപയായി കാണും? 1,65,000 ആയി കാണും. നമുക്ക് നോക്കാം. ഇതുണ്ടോ? അവർ അതിനു വേണ്ടി ഒരു സെപ്പറേറ്റ് ജേണൽ എൻട്രി എഴുതിയിരിക്കണേ. അങ്ങനെ ആക്കണമെന്നില്ല, അങ്ങനെ എഴുതണമെന്നില്ല. അതായത് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട് ഡെപ്റ്റർ 5,000 ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് 5,000. അതായത് ആ എക്സസ് വന്നിരിക്കുന്ന 5,000-നെ ഏതിലോട്ട് തന്നെ മാറ്റി? ഫണ്ടിലോട്ട് തന്നെ മാറ്റി. ഏത് ക്യാൻസൽ ആയി പോയി? ഏത് ക്ലോസ് ആയി പോയി? ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് ക്ലോസ് ആയി. ചെയ്താൽ മനസ്സിലാക്കാണല്ലോ. ഇങ്ങനെ രണ്ട് ജേണൽ എൻട്രി എഴുതണ്ട, ഒരു സിംഗിൾ ജേണൽ എൻട്രി എഴുതിയാൽ മതി. പോളിസിക്കകത്ത് 1,60,000 ആണ്, പക്ഷേ പോളിസി അക്കൗണ്ട് വിറ്റപ്പോൾ 1,65,000 കിട്ടി. ആ 1,65,000 വെച്ച് പോളിസി അക്കൗണ്ടിൽ കിടക്കുന്ന 1,60,000-നെയും ബാലൻസ് വരുന്ന 5,000-നെ ഏതിലോട്ട് മാറ്റി വെക്കുക? ഫണ്ടിലോട്ട് മാറ്റി വെക്കുക. ദാറ്റ് മീൻസ് ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു പോളിസി അക്കൗണ്ട് 1,60,000 ടു ഫണ്ട് അക്കൗണ്ട് ബാലൻസ് വരുന്ന 5,000. ചെയ്ത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് റിഡംഷൻ നടത്തണം, വേണ്ടേ? റിഡംഷൻ നടത്തുന്നത് എങ്ങനെയാ? പ്രീമിയത്തിലാണ്. സോ പ്രീമിയത്തിൽ റിഡംഷൻ നടത്തണമെങ്കിൽ 15,000 രൂപ നമുക്ക് ലോസ് വരും. ഈ ലോസിനെ നമ്മൾ തുടക്കത്തെ ഫസ്റ്റ് ജേണൽ എൻട്രിയിൽ ഒരു 15,000 റുപ്പീസ് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ആണല്ലോ? നമുക്ക് നോക്കാം. ഫസ്റ്റ് ജേണൽ എൻട്രി എന്തായിരുന്നു നമ്മുടെ? ഇത് കണ്ടോ? ഒരു 15,000 റുപ്പീസ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ദ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു 15,000 രൂപ നമ്മൾ റിഡംഷന്റെ സമയത്ത് പ്രീമിയം കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. സോ ഈ 15,000 ക്രെഡിറ്റ് ബാലൻസാ. ഇത് എവിടെ ചെല്ലും? അങ്ങില്ലാതെയോ? അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ ആ 15,000 ക്രെഡിറ്റ് ബാലൻസ് ഇവിടെ വരുമ്പോൾ ഡെബിറ്റ് ബാലൻസ് ആവും. ഡിബഞ്ചറിന്റെ എത്രയും കാണിക്കാം? 1,50,000 കാണിക്കാം. That means journal entry 15% debenture account debtor to premium on redemption of debentures account debtor 15,000 and total 1,65,000 വരും. ആർക്ക് കൊടുക്കാനുള്ള? ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. റിഡംഷന്റെ സമയത്ത് നമ്മൾ എത്ര കൊടുക്കണം? പ്രീമിയത്തിലായതുകൊണ്ട് 1,50,000 15,000 ചേർത്തി 1,65,000 കൊടുക്കണം. ആ 15,000 രൂപ ഫസ്റ്റ് ജേണൽ എൻട്രിയിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ക്യാൻസൽ ആവും. കാരണം ഫസ്റ്റ് ജേണൽ എൻട്രിയിൽ നമ്മൾ പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞ് 15,000 ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇങ്ങോട്ട് വരുമ്പോൾ ഡെബിറ്റ് വരും, അതങ്ങ് ക്യാൻസൽ ആയി. മനസ്സിലായി? ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 1,65,000. ഇനി ആ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിനെ സെറ്റിൽ ചെയ്യണം. എങ്ങനെ സെറ്റിൽ ചെയ്യാം? ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് 1,65,000 റുപ്പീസ് അവർക്ക് കൊടുത്തു. മനസ്സിലായോ? ഓക്കെ, എങ്ങനെയായിരുന്നു? ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് 1,65,000 റുപ്പീസ് നമുക്ക് അവർക്ക് കൊടുക്കാം. മനസ്സിലായല്ലോ? ഇനി നമ്മുടെ കൈവശമുള്ള അക്കൗണ്ട് ഏതാ? അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന അക്കൗണ്ടിന് ഇക്വലന്റ് ആയിട്ടുള്ള നമുക്ക് ഏത് ക്രിയേറ്റ് ചെയ്ത് വെക്കണമെന്നാണ് പറഞ്ഞിരിക്കണേ? നമ്മുടെ റിസർവ് ക്രിയേറ്റ് ചെയ്യണം, വേണ്ടേ? ഡിബഞ്ചർ റിഡംഷൻ നടത്തുമ്പോൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയല്ലേ പറഞ്ഞേ? കഴിഞ്ഞ വീഡിയോക്കകത്തോടെ നമ്മൾ അത് പറഞ്ഞതാണ്. എത്ര രൂപയ്ക്കാണോ നിങ്ങൾ റിഡംഷൻ നടത്തണേ അത്രയും എമൗണ്ടിന് നിങ്ങൾക്ക് ചെയ്യണം. നിങ്ങൾ ആ ബാലൻസ് ഷീറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോളിസി അക്കൗണ്ടിൽ കിടക്കുന്ന അല്ലെങ്കിൽ അസറ്റ് സൈഡിൽ കിടക്കുന്ന പോളിസി അക്കൗണ്ട് ഫുള്ളായിട്ട് ക്യാൻസലായി അല്ലേ? ഇപ്പോൾ ക്രെഡിറ്റ് സൈഡ് അല്ലെങ്കിൽ ലയബിലിറ്റി സൈഡ് ഫണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് കിടപ്പുണ്ട്. ആ അക്കൗണ്ടിനകത്ത് 1,65,000 രൂപ കിടപ്പുണ്ട്. ആണോ?
40,000 രൂപ വെച്ച് നമ്മൾ എടുത്തു വെച്ചതും 4,000 രൂപ പോളിസിയുടെ അഡീഷനും. ആ 1,65,000 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ദേ ഈ പറയുന്ന പോലെ അതിൻ്റെ ഫേസ് വാല്യൂ എത്രയാണോ അത്രയും രൂപ ഡിബഞ്ചർ റിഡംഷൻ റിസർവിലോട്ട് മാറ്റാം. സോ 2 ജേണൽ എൻട്രി വരും. ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട്, ആ ഫണ്ട് വെച്ചിട്ട് നമ്മൾ ഏതിനെ ക്യാൻസൽ ചെയ്യാം? ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിനെ ക്യാൻസൽ ചെയ്യാം. മനസ്സിലായോ? ദാറ്റ് മീൻസ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് ടോട്ടൽ 1,65,000 ഉണ്ട്. സോ 15,000 വെച്ചിട്ട് ഏതിനെ ക്യാൻസൽ ചെയ്യുന്നു? ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിനെ ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി 1,50,000 ഫേസ് വാല്യൂ എത്രയാണോ അത്രയും ഏതിലോട്ട് പോകണം? ഡിബഞ്ചർ റിഡംഷൻ റിസർവിലോട്ട് പോകണം. അതായത് പ്രീമിയത്തിലാണ് റിഡംഷൻ ചെയ്യുന്നതെങ്കിൽ പോലും ഫേസ് വാല്യൂ മാത്രം ഏതിലോട്ട് പോയാൽ മതി? നമ്മുടെ ഡിബഞ്ചർ റിഡംഷൻ റിസർവിലോട്ട് പോയാൽ മതി. സോ ആ 1,50,000 റുപ്പീസ് ഡിബഞ്ചർ റിഡംഷൻ റിസർവിലോട്ടും ബാലൻസ് 15,000 ഏതിനെ ക്യാൻസൽ ചെയ്യാനും യൂസ് ചെയ്തു? നമ്മുടെ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിനെ ക്യാൻസൽ ചെയ്യാനും യൂസ് ചെയ്തു. മനസ്സിലായോ? സോ ആ പ്രോസസ്സ് മനസ്സിലാക്കുക. ആ പ്രോസസ്സ് മനസ്സിലാക്കിയാൽ ഒറ്റ പ്രോബ്ലം നമ്മുടെ മെറ്റീരിയലിനകത്തുള്ളൂ. ആ പ്രോസസ്സ് മനസ്സിലാക്കി ആ ജേണൽ എൻട്രി എന്താണെന്ന് നോക്കി എന്നിട്ട് ജേണൽ എൻട്രി എഴുതുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ എന്താണ് സിങ്കിങ് ഫണ്ട്, ഇതിനേക്കാൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് സിങ്കിങ് ഫണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.